വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. 1, യേശു നിന്റെ ഭവനത്തിൽ വരും. 2, യേശു നിന്റെ അവസ്ഥകൾക്ക് മാറ്റം തരും. 3, യേശു നിന്റെ തല ഉയർത്തും. 1, യേശു നിന്റെ ഭവനത്തിൽ വരും. ലൂക്കോസ് എഴുതിയ കർത്താവിന്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായം 5-6 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സക്കായി എന്ന ഒരു വ്യക്തിയെയാണ്. പൊക്കത്തിൽ കുറവുള്ളവനായ, ചുങ്കം പിരിവ് നടത്തുന്നവനായ സക്കായി. ആ മനുഷ്യനെ ഇപ്രകാരം നമുക്ക് വിളിക്കാം: തൻ്റെ ചേഷ്ടകൾ കാരണം പാപിയായി തീർന്ന ഒരു മനുഷ്യൻ. ഇദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് യേശു ക്രിസ്തു കടന്നു വരികയാണ്. ചിന്തിക്കുമ്പോൾ അതൊരു ആശ്ചര്യമാണ്. പാപിയായ ഒരു മനുഷ്യന്റെ വീട്ടിൽ യേശു ക്രിസ്തു കടന്നു വരുമോ? ഇതുവരെ മറ്റുള്ളവരെ ദ്രോഹിച്ച്, മറ്റുള്ളവർ അധ്വാനിക്കുന്ന പൈസ പോയി ചോദിച്ച് അത് തൻ്റെ വരുമാനമായി കണ്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക്, ആ വ്യക്തിയുടെ ഭവനത്തിൻ്റെ അകത്തേക്ക് യേശു കടന്നു വരികയാണ്. അവിടെ പുരുഷാരം ഒരു സംസാരമുണ്ടാകുകയാണ്. കാരണം ഈ വ്യക്തി പാപിയാണ്, ഈ വ്യക്തി മോശപ്പെട്ട ജീവിത സാഹചര്യം നയിക്കുന്ന വ്യക്തിയാണ്. ഈ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് യേശു കടന്നു പോകുന്നു. ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുന്നു. അവിടെ ഒരു സംസാരമുണ്ടാകുകയാണ്. നോക്കണം, യേശുവിൻ്റെ മുമ്പിൽ പാപിയെന്നില്ല, യേശുവിൻ്റെ മുമ്പിൽ ജാതിയിൽ കുറവുള്ളവനെന്നില്ല, യേശുവിൻ്റെ മുമ്പിൽ സ്വഭാവം മോശമുള്ളവനെന്നല്ല, യേശുവിൻ്റെ മുമ്പിൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇല്ല. യേശു നോക്കുന്ന നിങ്ങളുടെ ഉള്ളമാണ്. ഇവിടെ സക്കായിയുടെ ഉള്ളത്തെ ദൈവം കണ്ടു. മനുഷ്യൻ പുറമെയുള്ളത് നോക്കുമ്പോൾ ദൈവം കാണുന്നത് ഉള്ളമാണ്, നമ്മുടെ ആഗ്രഹങ്ങളെയാണ്. ഇവിടെ സക്കായിയുടെ ഉള്ളത്തെ ദൈവം കണ്ട് ആ ഭവനത്തിലേക്ക് കടന്നു പോവുകയാണ്. ആ ഭവനത്തിലേക്ക് കടന്നുപോയപ്പോൾ അവിടെ നടക്കുന്ന 2ാമത്തെ സംഭവം എന്ന് പറയുന്നത് സക്കായിക്ക് ഒരു മാനസാന്തരം ഉണ്ടാകുകയാണ്. നോക്കണം, സക്കായിക്ക് മാനസാന്തരം ഉണ്ടാകുന്നു. നാളിതുവരെ ചുങ്കം പിരിവിലൂടെ ജീവിച്ചിരുന്ന വ്യക്തി തൻ്റെ ഭവനത്തിൻ്റെ അകത്തേക്ക് യേശു വന്നതിലൂടെ തനിക്കൊരു മാനസാന്തരം ഉണ്ടാകുകയാണ്. ഒന്നാമതായി ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: യേശു നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരും. നമ്മുടെ ഭവനത്തിലേക്ക് യേശു കടന്നു വന്നാൽ ആദ്യം സംഭവിക്കുന്ന കാര്യം നമുക്ക് മാനസാന്തരമുണ്ടാകും. സക്കായിയുടെ ജീവിതത്തിൽ നടന്നതുപോലെ സക്കായി പറയുകയാണ്: ഞാൻ അന്യായമായി സമ്പാദിച്ചതൊക്കെ ദരിദ്രന്മാർക്ക് കൊടുക്കുകയാണ്, ഞാൻ ഇതുവരെ നേടിയതൊക്കെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയാണ്. ഇതുപോലെ ഒരു തിരിച്ചറിവ് സക്കായിക്ക് ഉണ്ടായത് യേശു തൻ്റെ ഭവനത്തിലേക്ക്, ഇങ്ങനെ ലളിതമാക്കാം, യേശു തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് കൊണ്ടാണ്. നോക്കണം, പാപിയായിരുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുമോ? സമൂഹത്തിൻ്റെ ആ ചോദ്യത്തിന്റെ നടുവിൽ യേശു കടന്നു പോവുകയാണ്. ഇതുപോലെ നാം പാപിയായിരിക്കാം, കുറവുള്ളവനായിരിക്കാം, അതേ, നമുക്ക് ഭവനം ചെറുതായിരിക്കാം, വലുതായിരിക്കാം, സാഹചര്യങ്ങൾ മോശമായിരിക്കാം, ഒന്നുമില്ലാത്ത സാഹചര്യമായിരിക്കാം. എങ്കിലും യേശു നമ്മുടെ ഭവനത്തിലേക്ക് അരികിലേക്ക് കടന്നു വരും. യേശു നമ്മുടെ ഭവനത്തിലേക്ക് വരും. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നോക്കണം, 4മതൊരാളായി, അത് തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞ യുവാക്കളുടെ നടുവിൽ 4മതൊരാളായി യേശു കടന്നതുപോലെ, ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നതുപോലെ, 4മതൊരാളായി ദൈവം ഇറങ്ങി വന്നതുപോലെ, ഇന്ന് ഈ പകൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് 4മതൊരാളായി, 2മതൊരാളായി, 3മതൊരാളായി ദൈവം കടന്നു വരുവാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രിയരെ. നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം, ഒറ്റയ്ക്ക് താമസിക്കുന്ന വ്യക്തിയായിരിക്കും. എങ്കിലും യേശു നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തേക്ക് കടന്നു വരും. 2മതൊരായി, 3മതൊരാളായി, 4മതൊരാളായി യേശു നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരും. യേശു നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തേക്ക് കടന്നു വന്നാൽ സംഭവിക്കുന്ന 1, മാനസാന്തരമാണ്. 2, വിടുതലാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ഇന്നലെ വരെ എങ്ങനെ ആയിരുന്നോ എന്നല്ല, ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസം, സിറ്റുവേഷനെ ഒക്കെ ദൈവം തിരിക്കുവാൻ
ഇടയായി തീരും എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമതായി ഞാൻ പറഞ്ഞു, യേശു നിന്റെ അവസ്ഥകൾക്ക് മാറ്റം തരും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ ലാസറിനെയാണ് കാണുവാൻ സാധിക്കുന്നത്. ഈ ലാസർ മരിച്ച് നാറ്റം വെച്ച് നാറിയ ലാസറിനെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. ഇവിടെ പറയുന്ന ലാസർ മരിച്ചു എന്ന് ശ്രുതി കേട്ടപ്പോൾ യേശുവിന് വിഷമമുണ്ടായി. അങ്ങനെ യേശു ആ ഭവനത്തിലേക്ക് പോവുകയാണ്. പോയപ്പോഴോ ആ ഭവനത്തിലേക്ക് പോയപ്പോൾ അതൊരു ഭവനം മരണവീടാണ്, വിലാപത്തിന്റെ വീടാണ്. എന്തെന്നാൽ ലാസർ മരിച്ചിരിക്കുന്നു. ആ കല്ലറയുടെ അരികിലേക്ക് യേശു പോയി ലാസറിനെ ഉയർപ്പിക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഒരു ഉയർപ്പിന്റെ ഒരു ശക്തി വെളിപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ലാസറിന്റെ ഭവനത്തിന്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, അത് വിലാപത്തിന്റെ ഭവനമാണ്, കണ്ണുനീരിന്റെ ഭവനമാണ്. രണ്ട്, അതൊരു മരണവീടാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ വേർപ്പെടുമ്പോൾ, മനുഷ്യൻ വേർപാടിലൂടെ മാറ്റപ്പെടുമ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന ഭവനത്തെ നാം മരണവീടെന്ന് വിളിക്കാറുണ്ട്. കുറച്ച് നാളുകളിൽ നാം മരണവീടെന്ന് വിളിക്കാറുണ്ട്. ഇതുപോലെ തന്നെ ലാസർ ജീവിച്ചിരുന്ന വീട്, ലാസർ മരിച്ച കുറച്ച് നേരം കഴിയുമ്പോൾ ആ ഭവനം മരണവീടായി മാറി. കണ്ണുനീരുകൾ, ബന്ധുമിത്രാദികളുടെ കരച്ചിലുകൾ, പഴയ ഓർമ്മകളായി വിറക്കുന്നത്, അങ്ങനെ കണ്ണുനീരിൻ്റെയും വിലാപത്തിൻ്റെ ഒരു ഭവനമായി ലാസറിൻ്റെ ഭവനം മാറ്റപ്പെട്ടു. ഇവിടെയാണ് യേശുക്രിസ്തു കടന്നു വരുന്നത്. യേശുക്രിസ്തു കടന്നു വന്നപ്പോൾ ആ ഭവനത്തിന് മാറ്റം സംഭവിക്കുകയാണ്. ഒന്ന്, ആ വിലാപത്തിൻ്റെ ഭവനം സന്തോഷത്തിന്റെ ഭവനമായി തീർന്നു. വിലാപത്തിന്റെ ഭവനം സന്തോഷത്തിന്റെ ഭവനമായി തീർന്നു. മരണവീട് ജനന സന്തോഷം നൽകുന്നത് പോലെ തന്നെ നമുക്കറിയാം, ഒരു കുഞ്ഞ് ഒരു ഭവനത്തിൽ ജനിക്കുമ്പോൾ ആ ഭവനം ജനനത്തിന്റെ സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. ഇതുപോലെ തന്നെ മരണവീടെന്ന് പറയുന്നത് വിഷമം തരുന്നതാണ്. അതുപോലെ മരണവീടായിരുന്ന, വേദനയിലായിരുന്ന ഒരു ഭവനം ജനനത്തിന്റെ സന്തോഷം നൽകുന്നത് പോലെ, അതുമായി സാമ്യപ്പെടുത്തുന്നത് പോലെയുള്ള ഒരു സന്തോഷം ആ ഭവനത്തിന്റെ അകത്തുണ്ടാകുകയാണ്. അവിടുത്തെ അവസ്ഥകൾക്കൊരു മാറ്റം വരുന്നു. നോക്കണം, നിങ്ങളുടെ അവസ്ഥകൾ മാറും. രണ്ടാമത്തെ കാര്യമാണ്, നിങ്ങളുടെ അവസ്ഥകൾക്കൊരു മാറ്റം വരും. ദൈവം നമ്മുടെ സിറ്റുവേഷനെ തിരിക്കും, സാഹചര്യങ്ങളെ മാറ്റും. അത് എന്നല്ല, എപ്പോഴെന്നല്ല, ഇന്നായിരിക്കാം, നാളെ ആയിരിക്കും, ഒരു പക്ഷേ താമസിച്ചായിരിക്കാം, അല്പം ഡിലേ ആവാം. എങ്കിലും ദൈവം നിങ്ങളുടെ സിറ്റുവേഷനെ മാറ്റും. നിങ്ങളുടെ സാഹചര്യങ്ങളെ ദൈവം മാറ്റുവാൻ ഇടയായി തീരും. നോക്കണം, വിലാപ വീട് നൃത്തമുള്ള വീടായി തീർന്നതുപോലെ, സന്തോഷമുള്ള വീടായി തീർന്നതുപോലെ നിങ്ങളുടെ സാഹചര്യം വിലാപത്തിൻ്റെയാണ്, മരണത്തിന് സമാനമായതാണ്, രോഗമാണ്, പ്രയാസമാണ്, പ്രതിസന്ധിയാണ്. എങ്കിലും എന്നാൽ ഈ വചനം വിശ്വസിക്കുക, ദൈവം നിങ്ങളുടെ കഷ്ടതകൾക്കൊരു മാറ്റം തരും. ദൈവം നിങ്ങളുടെ അവസ്ഥകൾക്കൊരു മാറ്റം തരും. ദൈവം നിങ്ങളുടെ ജീവിതങ്ങൾക്കൊരു മാറ്റം തരുവാൻ ഇടയായിത്തീരും. ചില കഷ്ടതകൾ പ്രിയരെ നന്മയ്ക്ക് വേണ്ടിയാണ്. ചില രോഗങ്ങൾ നന്മയ്ക്ക് വേണ്ടിയാണ്. ചില പരാജയങ്ങൾ നന്മയ്ക്ക് വേണ്ടിയാണ്. ചില പ്രയാസങ്ങൾ നന്മയ്ക്ക് വേണ്ടിയാണ്. ദൈവം പ്രവർത്തിക്കുവാനുള്ള പ്ലാറ്റ്ഫോമാണ് ചില കഷ്ടതകൾ. ഈ കഷ്ടതകളിലൂടെ ദൈവം പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ താനായിരുന്ന ശുശ്രൂഷ മണ്ഡലങ്ങളിൽ യേശു ചെയ്തതിൻ്റെ പല ശുശ്രൂഷകളിലും യേശു പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഇത് ദൈവനാമത്വത്തിന് വേണ്ടിയാണ്. രോഗികളെ സൗഖ്യമാക്കുമ്പോൾ ആ കാനായിലെ കല്യാണ വീടിൽ ഉൾപ്പെടെ ഇത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ശൂന്യത വെളിപ്പെട്ടു എന്നാണ് വചനം പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള ചില ശൂന്യതകൾ, കഷ്ടതകൾ, പ്രയാസങ്ങളൊക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഭാരപ്പെട്ട് മാറി നിൽക്കരുത്, ഓടി ഒളിക്കരുത്. ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് ഒരു മാറ്റം തരുവാൻ ഇടയായി തീരും. അത് ഇന്നായിരിക്കത്തില്ല, നാളെ ആയിരിക്കാം, എങ്കിലും അത് സംഭവിക്കും. നിശ്ചയമായി നമ്മുടെ അവസ്ഥകൾക്ക് ദൈവം ഒരു മാറ്റം തരുവാൻ ഇടയായി തീരും. മൂന്നാമതായി ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ: യേശു നിന്റെ തല ഉയർത്തും. യേശു നിന്റെ തല ഉയർത്തും. പൗലൂസിലെ ഇന്നലകൾ എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. നമുക്കറിയാം,
ഇസ്രായേലിലെ രാജാവായ ദാവീദിന്റെ ഇന്നലകൾ ആടിനെ മേയ്ക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലായിരുന്നു. ഇയ്യോബിന്റെ ഇന്നലകൾ കഷ്ടതയായിരുന്നു. അതുപോലെ യോസേഫിന്റെ ഇന്നലകൾ ദുരന്തമായിരുന്നു. എന്നാൽ ഇവരുടെ നാളകൾ എങ്ങനെയാണ്? പൗലൂസിന്റെ ഇന്നലകൾ കഷ്ടതയായിരുന്നെങ്കിൽ, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്ന വ്യക്തിയായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന്റെ നാളെ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുയായിയായി അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയായി മാറ്റപ്പെട്ടു എന്നാണ്. അതുപോലെ ദാവീദ് ആട്ടിടയനായ വ്യക്തിയായിരുന്നെങ്കിൽ തന്നെ ആട്ടിടയനായ വ്യക്തി എന്നുള്ള നിലയിൽ അതിനപ്പുറമായി രാജാവായി ദൈവം നാളെയാക്കി തീർത്തു. അതുപോലെ ഇയ്യോബിന്റെ ജീവിതത്തിലെ കഷ്ടതകൾ, ഇന്നലകളിലെ കഷ്ടതകൾ വേർപാടാണ്. തൻ്റെ ബന്ധുക്കൾ, മക്കൾ ഒക്കെ നഷ്ടപ്പെട്ടു പോയി, കന്നുകാലികൾ നഷ്ടപ്പെട്ടു പോയി, താൻ അധ്വാനിച്ചത് നേടിയതൊക്കെ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ നാളെ നഷ്ടപ്പെട്ടതിന് ഇരട്ടിയായിട്ട് ദൈവം പ്രതിഫലം നൽകി എന്ന് വചനം പഠിപ്പിക്കുകയാണ്. അതുപോലെ യോസേഫിന്റെ ഇന്നലകൾ എന്താണ്? പരീക്ഷണങ്ങളാണ്. എത്രയോ നാളുകൾ കാത്തിരുന്നു, പൊട്ടക്കിണറ്റിൽ കിടന്നു, പരിഹാസങ്ങൾ അനുഭവിച്ചു, പാപത്തിനു വേണ്ടി പ്രേരിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ പലവിധ സാഹചര്യങ്ങളിലൂടെ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടന്നുപോയി. എങ്കിലും യോസേഫിന്റെ നാളുകൾ അതേ മാനിക്കപ്പെട്ടു. ഇതുപോലെ യേശു നിങ്ങളുടെ തല ഉയർത്തുവാൻ വേണ്ടി പോവുകയാണ്. ഇന്നലകളിൽ ഇന്നനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ തല കുനിച്ചിരിക്കുന്ന അനുഭവമായിരിക്കാം. ഒന്ന് നിങ്ങളുടെ തല ഉയർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ നോക്കുവാനോ, കൂട്ടത്തിൽ ഒന്ന് പോയി സംസാരിക്കുവാനോ, 10 ആളുകൾ കൂടുന്ന സ്ഥലത്ത് പോയി നിങ്ങൾക്കൊന്ന് ചിരിക്കുവാനോ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുവാനോ കഴിയാത്ത സാഹചര്യമായിരിക്കാം. അപമാനം തലയിലായിരിക്കാം, കടഭാരങ്ങൾ നിങ്ങളുടെ തലയിലായിരിക്കാം. അതുകൊണ്ട് തല ഉയർത്തുവാൻ കഴിയാത്ത തരത്തിൽ നിങ്ങളുടെ ജീവിതങ്ങൾ താഴ്ചയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ വചനം കേൾക്കുന്ന ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ തല ഉയരും. നിങ്ങളുടെ തല ഉയരും, നിശ്ചയമാണ് നിങ്ങളുടെ തല ഉയരും. കാരണം നിങ്ങളുടെ തലയ്ക്ക് മീതെ അതേ അപമാനങ്ങൾ, ചില അപവാദങ്ങൾ, ചില ഇല്ലാത്ത കുറ്റങ്ങൾ, ചെയ്യാത്ത കുറ്റങ്ങൾ നിങ്ങളുടെ തലയിലിടുക. ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുഖത്ത് പോലും നോക്കുവാൻ കഴിയാത്ത ചില സാഹചര്യം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒന്ന് വിശ്വസിക്കുക, നാളെ നിന്റെ തല ഉയരുവാൻ വേണ്ടി പോവുകയാണ്. അതിന് സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്, സങ്കീർത്തനം 3:3, യഹോവ എനിക്ക് പരിചയായും എൻ്റെ തല ഉയർത്തുന്നവനുമാണ്. യഹോവ എൻ്റെ ചുറ്റും പരിചയായും എൻ്റെ മഹത്വമായും എൻ്റെ തല ഉയർത്തുന്നവനുമാണ്. സങ്കീർത്തനം 3:3 എന്ന് വായിച്ചു നോക്കുക. അതിൽ ഇപ്രകാരമാണ്, അതിൻ്റെ ആശയം എങ്ങനെയാണ്? എനിക്ക് ചുറ്റും ദൈവം പരിചയമായി നിൽക്കും, എൻ്റെ മഹത്വമായി നിൽക്കും, എൻ്റെ തല ഉയർത്തുന്നവനുമായി നിൽക്കും. അതെ, തല ഉയർത്തുന്ന ഒരു സമയമുണ്ട് പ്രിയരെ. മാറ്റി നിർത്തപ്പെട്ടോ, ഒറ്റപ്പെട്ടോ, തല കുനിച്ചിരിക്കുന്ന അനുഭവങ്ങളാണോ? ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ സഹജമാണ്. ഒരു സമയത്ത് നമുക്കിതിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. മോശപ്പെട്ട സമയം മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്, നല്ല കാലമുണ്ട്. ഈ മോശപ്പെട്ട ജീവിത സാഹചര്യത്തിലൂടെ നാം കടന്നു പോകേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ നാം മാത്രമേ കാണത്തുള്ളൂ. ഒരു മനുഷ്യനോ, ഒരു വ്യക്തിയോ, ഒരു സംഘടനയോ, സഭയോ നമ്മളെ കൂടെ നിൽക്കത്തില്ല. ഈ സാഹചര്യത്തിൽ നാം തന്നെ ഇതിനെ അതിജീവിക്കേണ്ടിയിരിക്കുന്നു. ഈ അതിജീവിച്ച് നാം അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ നമ്മുടെ തല ദൈവം ഉയർത്തും, നമുക്ക് മാന്യതകളെ നൽകും, നമ്മുടെ ജീവിതങ്ങൾ ഉയർച്ചയിലേക്ക് കൊണ്ടുതരും. അത് കാലത്തിൻ്റെ സ്വഭാവമാണ്. വേദപുസ്തകം പറയുന്ന എങ്ങനെയാണല്ലോ, എത്രയോ കാലങ്ങൾ കാത്തിരുന്ന പ്രവാചകന്മാർ മാന്യതയിലേക്ക് നീങ്ങിയതുപോലെ യോസേഫ് എത്രയോ വർഷം കാത്തിരുന്നു. അതേ, അബ്രഹാം എത്രയോ വർഷം കാത്തിരുന്നു. ഇതുപോലെ നിങ്ങളുടെ കാലയളവിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഈ നാളുകൾ, കഷ്ടതകൾ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്, മാന്യതയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് ഈ സമയം ഞാൻ നിങ്ങളോട് പറയട്ടെ. അതുകൊണ്ട് പ്രിയരെ, നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? അതെ, ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇതൊന്ന് എഴുതി വയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ സംഭവിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഇത് നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ജീവിത സാഹചര്യത്തിൻ്റെ നടുവിൽ ഈ 3 കാര്യങ്ങൾ, ഈ 3 നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ
ഞങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇഹലോക ജീവിതത്തിൽ കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ധൈര്യപ്പെട്ടോടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ വിരമിക്കുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിച്ചു വഴി നടത്തുമാറാകട്ടെ. ആമേൻ. ഈ സമയം നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടക്കിയ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, ഈ കേട്ട ദൈവവചനത്തിനായി സ്തോത്രം. ഈ 3 കാര്യങ്ങളിലൂടെ ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചല്ലോ കർത്താവെ. അങ്ങ് തല ഉയർത്തുന്നവനായി, ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം തരുന്നവനായി, ഞങ്ങളുടെ കഷ്ടതകൾക്ക് മാറ്റം തരുന്നവനായി, ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നവരായി ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവെ. എന്നെ കേൾക്കുന്ന ചിലരൊക്കെ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവിടുന്ന് സൗഖ്യമാക്കണമേ, അവിടുന്ന് ബലപ്പെടുത്തണമേ കർത്താവെ. ഞങ്ങളുടെ ഭവനത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. സമൂഹം നോക്കി ഞങ്ങളെ പാപിയെന്നും അവൻ്റെ ജീവിതം നശിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിന് നടുവിലും എന്നെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് സമൂഹത്തിൻ്റെ മധ്യത്തിൽ തെളിവ് നൽകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ്, ചില കുടുംബങ്ങളിൽ പ്രയാസ, ഭാരം, പ്രതിസന്ധികൾ, ശൂന്യതയുടെ അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ കൃപ സാന്നിധ്യം വെളിപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാനസാന്തരം ചില ജീവിതങ്ങൾക്ക്, ചില വ്യക്തികൾക്ക് അവിടെ കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ചില അവസ്ഥകൾക്ക് ഒരു മാറ്റം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില വ്യക്തിയുടെ ജീവിതങ്ങളിൽ ഒന്ന് മാറി കഷ്ടതകൾ, രോഗഭാര, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അവയിൽ നിന്നൊക്കെ വിടുതൽ അവിടെ ഈ സമയം അയക്കണമേ കർത്താവേ. ജനത്തെ അവിടെ നിന്ന് വിടുവിക്കണമേ, അവിടെ പാപത്തിൽ നിന്ന് അവിടെ നിന്ന് വിടുവിക്കണമേ, ജനത്തെ അവിടെ നിന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, വിലാപത്തിന്റെ ഭവനത്തെ നൃത്തമാക്കി തീർത്ത ദൈവം, ലാസറിനെ ഉയർപ്പിച്ച കർത്താവ്, പ്രകാരം വിലാപങ്ങളോടെ, വേദനകളോടെ, ഭാരങ്ങളോടായിരിക്കുന്നവരവിടുന്ന് കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറച്ച് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ സന്തോഷത്തിന് വിരോധമായി സഞ്ചരിക്കുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഞങ്ങളുടെ തല ഉയർത്തുവാൻ തടസ്സമായി നിൽക്കുന്ന, ഞങ്ങളുടെ മേൽ വരുന്ന, ആരോപിക്കുന്ന ഇല്ലാത്ത ചില കാര്യങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തുന്ന ചില ആരോപണങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു കർത്താവെ. അപമാനിതരാകരുതേ. അപമാനം ഞങ്ങളിൽ നിന്ന് വിട്ടുമാറി മാന്യത ഞങ്ങൾക്ക് ലഭിക്കുവാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തെ അവിടെ നിന്ന് പകരണമേ. ഞങ്ങളുടെ തല ഉയർത്തുന്നവനായ ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഈ സമയം കർത്താവെ, കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ